ക്ലിക്ക് മീ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രുചികൾ തേടിയുള്ള യാത്രയിലാണ്. മലയാളികളെല്ലാവരും നമ്മളൊക്കെ ഏറെ ഭക്ഷണപ്രിയരായിട്ടുള്ള ആൾക്കാരാണ്. ഏതൊരു വെറൈറ്റി സാധനം എവിടെ കണ്ടാലും ആ സാധനം പോയി കഴിച്ചിട്ട് പിന്നെ നമുക്കൊരു ഉറക്കം ഉണ്ടാവുള്ളൂ. അത്രയും ഭക്ഷണത്തോടുള്ള ഒരു പ്രിയം മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ വേങ്ങരയിൽ അൽമായിദ ജുഗൽബന്ദി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിനാണ് ഇന്ന് ഞാനുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുക്കിംഗ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മെഷീനുകളാണ്. ഇവിടെ പണ്ടാരിയോ കൈപ്പണ്ടാരിയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ എല്ലാം ചെയ്യുന്നത് മെഷീനാണ്. ഇവിടുത്തെ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. ഇവിടെ ഇനിയിപ്പോൾ അൽഫാം ഉണ്ടാക്കുകയാണെങ്കിലും മറ്റുള്ള എന്ത് സംഗതികളായാലും ഉണ്ടാക്കുന്നതൊക്കെ മെഷീനറികളാണ് അതൊക്കെ കുക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷേ ഇവിടുത്തെ കിടിലൻ 2-3 ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അൽമായിദ എന്ന് പറയുന്നത് തൃശ്ശൂരാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ്. അൽമായിദ നമ്മളിതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും. ഹാരിസ് സമീറലിയും സുജിത് ഭക്തനൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അൽമായിദയിലെ അവിടുത്തെ മെഷീനറികൾ കൊണ്ടുള്ള കുക്കിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയാണ് നമ്മുടെ വേങ്ങരയിലുള്ള ഈ ഷോപ്പ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ രുചിക്കൂട്ടുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് കയറാം. ചില കസ്റ്റമേഴ്സിനോടൊക്കെ ചോദിച്ചു ഇവിടുത്തെ എന്താണ് കഴിച്ചതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ചോദിച്ചു നോക്കി. അപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നത്. ഏതായിരുന്നാലും നമ്മൾ കയറി നോക്കുക. ഇവിടുത്തെ രുചി വിഭവങ്ങളുടെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ ഇവിടുത്തെ വെറൈറ്റി കുറേ സാധനങ്ങളുണ്ട്, വെറൈറ്റി കുറേ ഡിഷുകളുണ്ട്, ഐറ്റംസുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഇവിടുത്തെ സാധനങ്ങൾ? സ്പെഷ്യലായിട്ട് സ്വർഗത്തിലെ കോഴിയാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം. വേങ്ങരയിലെ അൽമായിദയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം ദീക്കുൽ ജന്ന, സ്വർഗത്തിലെ കോഴിയാണ്. അപ്പോൾ ആ പേരിൽ തന്നെ നമുക്ക് എന്തോ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സാധനം ഓർഡർ കൊടുക്കാം. പിന്നെ ഏതാ? ചിക്കൻ ലെമോൺ മഷാവി. അതൊരു അറേബ്യൻ ടച്ചുള്ള സാധനം തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കാം. ആ സാധനം കൂടി നമുക്ക് ഓർഡർ കൊടുക്കാം. കുറച്ച് സ്പൈസി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഈ ദീക്കുൽ ജന്ന അത്ര സ്പൈസി അല്ല. അപ്പോൾ ഒരു സ്പൈസി ആയതും ഒരു സ്പൈസി കുറഞ്ഞ സാധനം ആയിക്കോട്ടെ. പിന്നെ ചിക്കൻ ജുഗൽ മന്തി. ചിക്കൻ ജുഗൽ മന്തി അതും ഇവിടുത്തെ അൽമായിദയിലെ സ്പെഷ്യൽ സാധനമാണ്. യമനി മന്തിയാണ്. ഓക്കെ. പിന്നെ ഇതിൽ ഇല്ലാത്തൊരു ഐറ്റം ഉണ്ട്, മെനുവിൽ ഇല്ലാത്ത സാധനമുണ്ട്. അതേതാണ്? റാസിം പെന്നാണ്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ട്രൈ ചെയ്ത് തുടങ്ങുന്നല്ലോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മളൊന്ന് കഴിച്ച് നോക്കി. എന്താ പേരെന്താ? റാസിം പെൻ. കേട്ടിട്ടില്ല കേട്ടോ, ഇതിന് മുന്നേ കേട്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് പറയാൻ കഴിയുന്നില്ല. സാധനം ഒരു പുതിയ വെറൈറ്റി സാധനമാണ് പറഞ്ഞത്. അതിനുള്ളിൽ എന്താ സംഗതി? എന്താണ്? നമ്മളെ ചിക്കൻ തന്നെ അതിൽ ജസ്റ്റ് ഗ്രേവി ടൈപ്പ്, തിക്കി ആയിട്ടുള്ള അല്ല, കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള സാധനം. സോഫ്റ്റ് ചിക്കൻ. അപ്പൊ ഏതായിരുന്നാലും ആ 3 സാധനം ആയിക്കോട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ ലെമോൺ മഷാവിയിൽ തന്നെ കുറച്ചൊരു ചേഞ്ച് വരുത്തിയിട്ടുള്ള സാധനമാണ്. ഓക്കെ. അപ്പൊ ഏതായിരുന്നാലും നമ്മൾ ഇന്ന് ദീക്കുൽ ജന്ന, അതുപോലെ തന്നെ മഷാവി, മുദ്ഹാൻ ചിക്കൻ, പിന്നെ ലാസ്റ്റ് പറഞ്ഞ സാധനം. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അൽമായിദയിൽ വന്നു കഴിഞ്ഞാൽ വെറൈറ്റികളുടെ ഒരു പൂരപ്പറമ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സാധനം വന്നോട്ടെ, ഇനി രുചിച്ച് നോക്കാം. അതിൻ്റെ ജെന്യൂനായിട്ടുള്ള റിവ്യൂ നമുക്ക് തരാം. ഓക്കെ. അപ്പോൾ ഇതേ നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. ഇതെന്താണ്? ദീക്കുൽ ജന്ന, സ്വർഗത്തിലെ കോഴിയും മന്തി റൈസുമാണ് ഇപ്പോൾ നമുക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, രുചിച്ച് നോക്കാൻ പോകുന്നത് ദീക്കുൽ ജന്നയാണ്, സ്വർഗത്തിലെ കോഴിയാണ്. ദീക്കുൽ ജന്ന ഇവിടെ എത്തിയിട്ടുണ്ട്, സ്വർഗത്തിലെ കോഴി. ഇതിൻ്റെ ഉള്ളിലാകെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ദീക്കുൽ ജന്ന നോക്കല്ലേ? നോക്കാം. ദീക്കുൽ ജന്ന ഞാൻ ഒറ്റ പീസ് ഇങ്ങനെ എടുത്ത് കടിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഫീൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മസാലകളില്ല. എല്ലാം മെഷീൻ കൊണ്ട് കുക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഫീൽ ഇവിടെ വരുന്നുണ്ട്. കാരണം പുക അങ്ങനെയുള്ള സംഗതികളൊന്നും ഇതിൽ തട്ടാത്തത് കൊണ്ട് നല്ല സോഫ്റ്റ് ഇറച്ചിയാണ്. അതുപോലെ തന്നെ മസാല ആ രീതിയിൽ തന്നെയാണ് കൂട്ടിയിട്ടുള്ളത്. ഇതിന് മുകളിലുള്ള മസാലകളൊക്കെ ഒരു ജ്യൂസി ടൈപ്പ് മസാലയാണ്, ഹാർഡല്ല, ഓവർ സ്പൈസി അല്ല, ഒരു ഹാർഡായിട്ടുള്ള മസാല അല്ല. പിന്നെ ഇതിനുള്ളിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ
ഇതേ ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ, കാടമുട്ട, പിന്നെ കുറേ വെജിറ്റബിൾസ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഫ്ലേവർ ഈ ഒരു ചിക്കൻ്റെ ഇറച്ചിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും ക്യാപ്സിക്ക, മറ്റ് ഒരുപാട് വെജിറ്റബിൾസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. കാടമുട്ട, ഉരുളക്കിഴങ്ങ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ആ ഒരു റിയൽ ഫീല് കുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് എവിടേക്കും ഒലിച്ചു പോകുന്നില്ല. ഇതിൻ്റെ മുകളിൽ തന്നെ ഇതിന്ന് വരുന്ന ആ ഒരു നീര്, ആ ഒരു ജ്യൂസ്, ചിക്കന് വെന്ത് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ജ്യൂസ് ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒന്നും തന്നെ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സൂപ്പർ അടിപൊളി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു മെഷീനിലിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ആ ഒരു ജ്യൂസ്, എണ്ണയിൽ വരുന്ന ആ ഒരു ജ്യൂസ് നല്ല പ്യുവറായിട്ടുള്ള സൺഫ്ലവർ ഓയിലിലാണ് ഇത് വേവിക്കുന്നത്. ഈ ജ്യൂസ് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒലിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് പറയാം. സ്പൈസി ആവില്ല എന്നാണ് വിചാരിക്കണം. നോക്കല്ലേ, ഇങ്ങനെ നമ്മൾ സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കണ്ണ് രണ്ടും ഇങ്ങനെ ചിമ്മി പിടിച്ചിട്ട് വേറൊരു ചിന്തയും മനസ്സിലില്ലാതെ അങ്ങനെ കഴിച്ചു നോക്കണം. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ഫീല് ടേസ്റ്റ് നമുക്ക് വരുള്ളൂ. എന്തുകൊണ്ടും ഈ ഇറച്ചിയുടെ പ്രത്യേകത മുബാർക്ക് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ഇറച്ചിയാണ്. ഇവർ ഉപയോഗിക്കുന്ന ചിക്കൻ ഏതാണെന്നുള്ള അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ഏതാണ്ട് നല്ല സോഫ്റ്റ് ഇറച്ചിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട് സാധനം. പിന്നെ നമ്മൾ സാധനം ഷവായൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫുൾ ഷവായൊക്കെ കഴിക്കാൻ ചിലപ്പം ഭയങ്കര മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. ഇതിൽ ആ ഒരു മടുപ്പ് വരാനുള്ള ഫ്ലേവേഴ്സ് ഒന്നും തന്നെ ആഡ് ഇല്ല. ഇത് നാച്ചുറലായിട്ടുള്ള സംഗതിയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള സംഗതികളൊക്കെ നാച്ചുറലാണ്. എല്ലാം ആ നാച്ചുറൽ ആയ സാധനത്തിൻ്റെ ഒക്കെ അതിൻ്റെയൊക്കെ സത്ത് ഈ ഇറച്ചിയിലുണ്ട്, പുറത്തു പോകുന്നില്ല. അതാണ് പ്രത്യേകത. അപ്പോൾ അടുത്ത സാധനം അൽമായിദയിലെ ഏറ്റവും പുതിയ ഒരു ഐറ്റമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. റാസിം ബൻ എന്ന് പറയുന്ന ഒരു പുതിയ ഐറ്റം സാധനം. ഇത് ഒരു പെരിപെരി എന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈപ്പ് റെസിപ്പിയാണ് ഇതിന് യൂസ് ചെയ്യുന്നതെന്നാണ് ഇവർ പറഞ്ഞത്. ഏതായിരുന്നാലും നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നല്ല സ്പൈസി ആയിട്ടുള്ള സാധനമാണ് തോന്നുന്നു. നല്ല ഇതിങ്ങനെ തുറന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് നമുക്ക് വരുന്നുണ്ട്. ചിക്കൻ ഒരു പ്രത്യേക രീതിയിൽ കുക്ക് ചെയ്തിട്ടുള്ള ഒരു ഇലയിൽ കുക്ക് ചെയ്തിട്ടുള്ള ഫുള്ളായിട്ട് ഇലയിൽ പൊതിഞ്ഞ് കുക്ക് ചെയ്തിട്ട് നല്ല ചൂട് ആവി ഇങ്ങനെ പൊങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാധനം നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിങ്ങനെ രണ്ട് കണ്ണും ചിമ്മിയിട്ട് എല്ലാ സംഗതികളും മറന്നിട്ട് വേണം നമ്മളൊരു സംഗതിയുടെ ടേസ്റ്റ് പറയാൻ, അല്ലേ? അപ്പോൾ ഞാൻ കണ്ണും പാമ്പ് കേട്ടോ. ഇത് കുറച്ച് സ്പൈസിയാണ്. നമ്മൾ സാധാരണ ഒരു അൽഫാമോ മറ്റോ കഴിക്കുന്നതിൻ്റെ ഫീലല്ല അതുള്ളത്. ഇതൊരു പുതിയ സാധനമാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങ ചെറിയ ചെറിയ പീസാക്കിയത്, അതുപോലെ തന്നെ മറ്റ് ഒരു പുതിയ റെസിപ്പിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും സംഗതി കിടുവാണ് കേട്ടോ. നല്ല ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ റാസിം ബൻ എന്ന് പറയുന്ന അൽമായിദയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം. ഇതിൻ്റെ കൂടെ ഇവർ കൊടുക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക. നല്ല ബസ്മതി അരി, നല്ല ക്വാളിറ്റിയുള്ള ബസ്മതി അരിയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. സൂപ്പർ ബിരിയാണിയാണ്, ഒരു രക്ഷയില്ല. സൂപ്പർ, നല്ലൊരു നാവിൽ വെച്ചാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ള ബിരിയാണികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല നട്ട്സും മറ്റു സംഗതികളൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെറൈറ്റി ഫീലുള്ള ബിരിയാണി തന്നെയാണ്. ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട് നമുക്ക്, സെമി ഗ്രേവി ആയിട്ടുള്ള, ഒരു ഓവർ ഗ്രേവി അല്ല, ഒരു അതിൻ്റെ മീഡിയം ലെവലിൽ നിൽക്കുന്ന ഗ്രേവിയിൽ തയ്യാറാക്കിയിട്ടുള്ള മുദ്ഹാം ചിക്കൻ. നമ്മൾ കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ മുദ്ഹാം ചിക്കൻ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇത് കണ്ടിട്ട് തന്നെ നല്ല പൊടിപ്പും തങ്ങിനും വെച്ചിട്ടുള്ള സാധനം കേട്ടോ. ഒരുപാട് സംഗതികൾ ഇതിനുള്ളിലുണ്ട്. ഒന്ന് സൂം ചെയ്ത മുന്നേറെ അല്ലേ, ഒരുപാട് സംഗതികൾ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതിൻ്റെ ഒക്കെ ടേസ്റ്റ് ഞാൻ അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഏതായിരുന്നാലും ജസ്റ്റ് ഒന്ന് എടുത്തിട്ട്
നോക്കുകയാണ്. ഒരുപാട് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. നട്ട്സ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാരാ പ്രിപ്പയർ ചെയ്ത്? ആ ആളെ പരിചയപ്പെടുത്തി തരാം. ഇത് നമുക്ക് ബിരിയാണിക്ക് മാത്രമല്ല ഏത് സാധനത്തിനും പൊറോട്ട മറ്റുള്ള സംഗതികളൊക്കെ മാച്ചായിട്ടുള്ള സാധനമാണ്. സൂപ്പർ സാധനമാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയിട്ടുള്ള ആളെയും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. വരി. എന്താണ് ഈ ഒരു സാധനത്തിൻ്റെ പ്രിപ്പറേഷനും ഇതിൻ്റെ റെസിപ്പിയും ഇതിൻ്റെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും നമ്മളെ കസ്റ്റമേഴ്സിനൊന്നും. ഇത് ഗ്രില്ലഡ് ചിക്കനാണ്. ഗ്രില്ലഡ് ചിക്കൻ നമ്മൾ പിന്നെ അതിൽ നിന്ന് താഴേക്ക് വീഴുന്ന അതിൻ്റെ ജ്യൂസ് ഉണ്ട്. ആ ജ്യൂസ് കളക്ട് ചെയ്തിട്ട് അതിലേക്ക് പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെയുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു സെമി ഗ്രേവി മസാല ആക്കിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അതാണ് ഇതിനൊരു പ്രത്യേക തരം ഒരു ട്രഡീഷണൽ ഒരു ഫീൽ അല്ലേ? ചെറിയൊരു മധുരം ഉണ്ടാവും, ചെറിയൊരു സ്പൈസി ഉണ്ടാവും. അതാണ് അതിൻ്റെ ടേസ്റ്റ്. കുറച്ച് സ്പൈസിയും മധുരം കൂടിയും മിക്സ് ആയിട്ടുള്ള ഒരു സൂപ്പർ സാധനം. നമ്മളിത് എന്താണ് ചിക്കൻ മുദ്ഹാം ചിക്കൻ എന്നാണ് അതിൻ്റെ പേര്. നമ്മളൊരു മറ്റേ പൈനാപ്പിൾ ബിരിയാണി ഒക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ഫീൽ വരുമല്ലോ, എരിവും മധുരം കൂടിയുള്ള ഒരു മിക്സ് ആയിട്ടുള്ള അതേ ഒരു ഫീല്. അതിനേക്കാൾ സൂപ്പറായിട്ടുള്ള നട്ട്സും കാര്യങ്ങളും, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ കടലുണ്ട്, ഒരുപാട് നല്ല നട്ട്സുകളും മറ്റു സംഗതികളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഗതി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. ഇനി ഇതൊന്ന് തീർക്കട്ടെ, എന്നിട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഫീഡ്ബാക്ക് നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് സംഗതികൾ കഴിച്ചു. ഡേക്കുൽജന്ന കഴിച്ചു, മുദ്ഹാം കഴിച്ചു, അതുപോലെ തന്നെ റാസിംബന്ന, ഈ സംഗതികളൊക്കെ കഴിച്ചിട്ടും നമുക്കൊരു മടുപ്പ് തോന്നുന്നില്ല. മറ്റുള്ള ഒരുപാട് ഫുഡ് കഴിക്കും. നമ്മൾ ഒരു ബിരിയാണി ഇപ്പോൾ ഹോട്ടലിൽ പോയിട്ട് ഒരു ബിരിയാണി നമുക്ക് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചില ബിരിയാണിയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ദാഹം ഉണ്ടാക്കും, മടുപ്പൊക്കെ ഉണ്ടാക്കും. ഇത് ഇനിയും കൂടുതൽ കഴിക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ ഒരു സാധനത്തിലുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നേരത്തെ ഞാൻ ഇതിൽ കടന്നു വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം മെഷീനറിയാണ്. ഒന്നും തന്നെ വേറെയുള്ള രീതിയിൽ കുക്കിംഗ് ഒന്നുമില്ല. മെഷീനറി ആകുമ്പോൾ അതിൻ്റെ സത്തുകളൊന്നും പുറത്തു പോകുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കലുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അജിനോമോട്ടോ, അതുപോലെ തന്നെ ലെമൺ സാൾട്ട്, അതുപോലെയുള്ള സംഗതികളൊന്നും ഉപയോഗിക്കുന്നില്ല. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ആർക്കായാലും ധൈര്യമായിട്ട് വന്നിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോഴും അതുപോലെ തന്നെ അതല്ലാത്ത രീതിയിൽ കുക്ക് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നൊരു സാധനം നേരത്തെ പറഞ്ഞ ആ ഒരു ഫീലായിരിക്കും. എന്താ വെച്ചാൽ ഭയങ്കര മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. അതല്ലാതെ ഈ മെഷീനിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് എണ്ണയുടെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നില്ല. ശാരീരികമായിട്ടുള്ള വേറെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ല. നമ്മളെല്ലാ സംഗതികളും റെസിപ്പിയൊക്കെ ചെയ്തതിന് ശേഷം മെഷീനിലേക്ക് വെച്ച് കൊടുക്കുന്നു. അത് മെഷീൻ റെഡി ആയതിനു ശേഷം മെഷീൻ നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടെ ഹോം ഡെലിവറി മറ്റ് സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുക്ക് ചെയ്യുന്ന സംഗതികളൊക്കെ സൺഫ്ലവർ ഓയിലിലാണ് എല്ലാ സംഗതികളും കുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല ശുദ്ധമായ നെയ്യ്, പശുവിൻ പാൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നെയ്യ് കൊണ്ടാണ് മറ്റുള്ള സംഗതികളൊക്കെ ഇവിടുത്തെ എല്ലാ ഐറ്റംസും കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അൽമായിദ ക്വാളിറ്റിയിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാത്ത ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ മെഷീനിൽ റൈസ് വെക്കുന്ന ആ സിസ്റ്റം നമുക്ക് കാണിക്കാം. ഈ ഒരു ട്രേയിൽ അതിലേക്കുള്ള മസാലയും കാര്യങ്ങളും, അതിലേക്കുള്ള ചെറിയ മസാലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ട്രേയിൽ അതിൻ്റെ റൈസും കൂടി വെച്ചിട്ട് ആ റൈസ് അടക്കമുള്ള ട്രേ മെഷീനിലേക്ക് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി. ഇവിടുത്തെ കുക്ക് ചെയ്യുന്ന പണ്ടാരിയാണ് ഈ സാധനം. ഇവിടുത്തെ കൈപ്പണ്ടാരിയൊക്കെ മെഷീനാണ് അല്ലേ? ഇനി ഇത് എങ്ങനെയാണ് ഹീറ്റ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. ഇപ്പോൾ നമ്മൾ പിന്നെ ബിരിയാണി വെക്കാനുള്ളതാണ്. ബിരിയാണിക്ക് സ്റ്റീം പറഞ്ഞ ഓപ്ഷനാണത്. സ്റ്റീമിൽ നമ്മൾ 130 ഡിഗ്രി ഹീറ്റിലാണ് അത് വെക്കുക. 130 അതൊരു 30 മിനിറ്റ് വെച്ചാൽ 30 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് അലാറം അടിക്കും. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനാവശ്യമുള്ള ഹീറ്റ് മെഷീൻ എടുത്തിട്ട് അലാറം അടിക്കും. അപ്പോൾ നമ്മൾ തുറന്നിട്ട് സാധനം കേട്ടുക, അത്രേ ഉള്ളൂ. പിന്നെ 30 മിനിറ്റ് കഴിഞ്ഞാൽ കുക്കായിട്ട് അലാറം അടിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയത്ത് അലാറം വരും. അപ്പോൾ നമുക്ക് ഭക്ഷണം അതിൻ്റെ ഉള്ളിൽ നിന്ന് കരിഞ്ഞു പോകുന്നൊരു അവസ്ഥ ഉണ്ടാവില്ല. കറക്റ്റ് വേവായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇതാ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വെക്കാനുള്ള റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെക്കാം. ഇവിടെ റെഡി ടു കുക്ക് എന്നുള്ള മെസ്സേജ് കാണിക്കുന്നുണ്ട്. 128 ഡിഗ്രി ആയിട്ടുണ്ട്.
130 ആയി കഴിഞ്ഞാൽ അലാരം അടിക്കും. ഇപ്പോൾ അലാരം അടിച്ചു. ഇനി തുറന്നിട്ട് നമ്മൾ അതിലേക്ക് വെക്കുക അല്ലേ. അല്ലേ ഭയങ്കരമായിട്ട് ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റൈസ് ഇങ്ങനെ പ്ലേറ്റ് ആയിട്ട് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കും. ഇതിപ്പോൾ ഒരു എത്ര കിലോ ഒരേ സമയത്ത് വെക്കാൻ പറ്റും നമുക്ക്? 60 പേർക്കുള്ള ഫുഡ് ഒരേ സമയത്ത് വെക്കാൻ പറ്റും അല്ലേ. 10 കിലോ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് റൈസ് അതിൻ്റെ ആ ട്രേയിലുള്ള റൈസ് അതിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് മെഷീനിലാണ് ഇത് വെക്കുന്നത്. 30 മിനിറ്റ് കൊണ്ടാണ് ഒരു ബിരിയാണി ആ ട്രേയിലുള്ള ബിരിയാണി കുക്കായി ചെയ്തിട്ട് അത് നല്ല രീതിയിൽ വെന്ത് നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഏതായിരുന്നാലും വേങ്ങരക്കാർക്ക് ഇതൊരു പുതുമയുള്ള സംഗതി തന്നെയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് കഴിച്ചതെന്ന് വെച്ചാൽ ബിരിയാണി കഴിച്ചു. പിന്നെ ഒരു വെറൈറ്റി ഒരു നെയിം ഉണ്ടായിരുന്നു, ദീക്കുൽ ജന്ന എന്നാണ് അതിൻ്റെ പേര്. കുഴപ്പമില്ല, ഇവർ പറഞ്ഞത് സ്വർഗത്തിൽ കോഴി എന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരൊരു ഡീലിങ്സ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ സ്പീഡാണ്, കുഴപ്പമില്ല, നല്ല കെയറിങ് ആണ്. എനിക്ക് എന്തായാലും ഇഷ്ടമായി. ചിക്കൻ ഒരു ഐറ്റംസ് ആണ്, കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി ഫുഡാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കഴിച്ചതിൽ നമുക്കൊരു ടേസ്റ്റി ആയിട്ട് തോന്നിയൊരു ഫുഡാണ്. അതിൽ വേറെ കാഴ്ചപ്പാട് കാര്യങ്ങളൊന്നുമില്ല, ടേസ്റ്റിയാണ്. ഓക്കെ, വെരി ഗുഡ്. കഴിച്ചത് ഗുഡാണ്, ഗുഡ്. അപ്പോൾ നമ്മൾ രുചികൾ തേടിയിട്ടുള്ള യാത്രയിലെ മറ്റൊരു എപ്പിസോഡായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. വേങ്ങര അൽമായിദയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ വെറൈറ്റി ഫുഡിനെ കുറിച്ചൊക്കെയുള്ള വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇവിടുത്തെ ഏറ്റവും വെറൈറ്റി സാധനമാണ് ദീക്കുൽ ജന്ന എന്ന് പറയുന്ന സ്വർഗത്തിലെ കോഴി എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ റാസിം ബന്ന, ജുഗൽ മന്തി, അതുപോലുള്ള വെറൈറ്റികളുടെ ഒരു കൂട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏതായിരുന്നാലും സൂപ്പർ സാധനങ്ങളാണ്, നല്ല ടേസ്റ്റി ഫുഡുകളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ഫുഡ് കഴിച്ചു, പക്ഷെ അതൊന്നും ഒരു മടുപ്പുളവാക്കുന്ന രീതിയിലുള്ള ഫുഡുകളല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെമിക്കലുകളൊന്നും തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഏതായിരുന്നാലും വ്ളോഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പായിട്ട് ദീക്കുൽ ജന്ന നമ്മളെപ്പോലെ തന്നെ ദീക്കുൽ ജന്ന ഓർഡർ കൊടുത്തിട്ടുള്ള ഒരു കസ്റ്റമേഴ്സ് കൂടെ ഉണ്ട്. നമുക്ക് അവരോട് ദീക്കുൽ ജന്ന കഴിച്ചിട്ടുള്ള അവരുടെ ഒരു ഫീൽ എന്താന്നുള്ളത് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് ദീക്കുൽ ജന്ന? അടിപൊളി, നമ്മളെ മസാലൻ്റെ ടേസ്റ്റാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളത്. പെപ്പറും അടിപൊളിയായിട്ട് ഒരിക്കലുമില്ല. നമുക്ക് മറ്റേ ഒരു അൽഫാമ കഴിച്ചു കഴിഞ്ഞാൽ 1-2 പീസ് കഴിയുമ്പോൾ നമുക്ക് ആകെ മടുപ്പ് വരും. ബ്രോസ്റ്റ് കഴിച്ചാലൊക്കെ ആവും. പക്ഷെ ഇതിപ്പോ ഒരു കോഴി മുഴുവനായിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം അല്ലേ, നമ്മൾ റെഡി. അപ്പൊ ഏതായിരുന്നാലും ഇതാണ് സാധനം. ഇവിടുത്തെ വേങ്ങരയിലെ അൽമായിദയിലെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ദീക്കുൽ ജന്നയാണ്, സ്വർഗത്തിലെ കോഴിയാണ്. അപ്പോൾ ഏതായാലും വ്ളോഗോടെ കൺക്ലൂഡ് ചെയ്യുന്നു. മറ്റൊരു കിടിലൻ രുചിയുടെ യാത്രയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വേങ്ങരക്കാർക്ക് അഭിമാനിക്കാവുന്നതാണ്, അൽമായിദ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട്. വെറൈറ്റികളുടെ കലവറ ഇവിടെ ഉണ്ട്. വേഗം വന്നോളി, കഴിച്ചോളി, തിന്നോളി, പോയിക്കോളി. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ.